അവിടെ മാങ്ങ വീണ് കിടപ്പുണ്ട് ഒരുപാട്. അപ്പൊ ഞാനത് എടുക്കാനായിട്ട് പോവാൻ കേട്ടോ. ഓരോന്നെങ്കിലും പൊട്ടിക്കണം എന്നല്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഗൈസ്, ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു പറമ്പാണ്. ഇവിടെ അങ്ങ് ആരും താമസിക്കുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരുപാട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ മാങ്ങ എന്താ പറയുക പുഴു വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറുതിലെ തന്നെ ഇത് പറിച്ചോളണം കൊണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ്. കാരണം ഇഴജന്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ നല്ല പേടിയുണ്ട്. അപ്പോൾ എനിക്ക് കയ്യെത്താവുന്ന ദൂരത്തൊരു മാങ്ങ എടുപ്പുണ്ടായിരുന്നു. അത് ഞാൻ പറിച്ചെടുത്തിട്ടോ. നല്ല ചറം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പറിച്ചുകൊണ്ട് ഞാൻ പോരുവാണ്. നിവാ ബേബി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിക്ക് മുമ്പിട്ട് തന്നെ ഒരു വലിയ മാങ്ങ നമ്മൾ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കഴിക്കാൻ പോവുകയാണ്. എന്താ പറയുക, നല്ല പുളിയുണ്ട് കേട്ടോ ഈ മാങ്ങ. വലുതാണ്, പക്ഷെ നല്ല പുളിയുണ്ട്. എനിക്കാണെങ്കിൽ കടിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും നല്ല പുളിയാണ്. ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് നിവാമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ കടിച്ചിട്ട് കിട്ടണില്ല കേട്ടോ. കുഞ്ഞു വായല്ലേ, അതുകൊണ്ട് തന്നെ അവനത് കടിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നിട്ടില്ല. അതുകൂടാതെ തന്നെ എന്താ പറയുക, എക്സ്പ്രഷൻ അങ്ങ് വാരി വെതറ് കാണുമ്പോൾ പിന്നെ നുണക്കുഴിയൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഉണ്ടിങ്ങനെ ഈ മാങ്ങ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.